ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ ഇന്ത്യൻ എക്കണോമി ത്രൂ വേരിയസ് സെക്ടേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ. ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ അത്. അതിന്റെ റീസൺ എന്താ അറിയോ? ജിയോഗ്രഫിയിലെ തന്നെ എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടുന്ന് വരിക. സോ അതുകൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ നന്നായിട്ട് റെഫർ ചെയ്യണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഈ ചാപ്റ്ററിനെ തന്നെ ഒരു ഏകദേശം 4 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റിലെ ഭാഗം എന്ന് പറഞ്ഞാൽ എക്കണോമിക് സെക്ടേഴ്സ്, അഥവാ നമ്മുടെ സാമ്പത്തിക ഘടനകൾ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്ഷ്യറി സെക്ടർ ഒക്കെ ഉണ്ടല്ലോ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അത് ഈസി ആയിട്ടൊരു ടോപ്പിക്കാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട, എന്താ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഈ നാഷണൽ ഇൻകത്തിൽ നമ്മൾ പഠിക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഇമ്പോർട്ടൻസ് ഓഫ് നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് പ്രാധാന്യം എന്താണ്. രണ്ടാമത്തെ, മെത്തേഡ്സ്, വിച്ച് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ടു കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുന്ന വിവിധ രീതികൾ ഏതൊക്കെയെന്നുള്ളത് 3 മെത്തേഡുകൾ ഉണ്ടല്ലോ, അവ പഠിക്കാം. അതുപോലെ തന്നെ വാട്ട് ആർ ദ ചാലഞ്ചസ് ഓർ ദ ലിമിറ്റേഷൻസ് ഫേസ്ഡ് ബൈ ദ നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുന്ന സമയത്ത്, മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ലിമിറ്റേഷൻസുകൾ എന്തൊക്കെയാണ്. സോ ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആദ്യം തന്നെ ഒന്ന് ഡിസ്കഷൻ നോക്കാം. അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് നാഷണൽ ഇൻകം എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് പറയാം, നാഷണൽ ഇൻകം ഈസ് ദ സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് all final goods and the goods and services produced in a country in a financial year എന്നാ പറയാം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് നിർമ്മിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ്. അപ്പൊ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ മക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. 1 മാർക്കിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മക്കൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ളതാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ആ ഒരു ഫിനാൻഷ്യൽ ഇയർ ഒരു രാജ്യത്ത് നിർമ്മിക്കുന്ന ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് വെച്ചാൽ എല്ലാ അന്തിമ സാധനങ്ങളുടെയും വിലയാണ്. അന്തിമം എന്ന് പറഞ്ഞാൽ ഫൈനൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതിനാണ് അന്തിമം അഥവാ ഫൈനൽ ഗുഡ്സ് എന്ന് പറയാം. സോ ഈ ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യാം, ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോണേ. എന്നാൽ അടുത്ത ഞാൻ ഇവിടെ പറഞ്ഞു, ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്. ഇങ്ങനെ തന്നെയായിരിക്കും മേ ബി ക്വസ്റ്റ്യൻ ഉണ്ടാവാം. മേ ബി ക്വസ്റ്റ്യനിലെ പാറ്റേണുകളിൽ ചിലപ്പോൾ വേരിയേഷൻസ് വന്നേക്കാം, പക്ഷെ ഉത്തരം സെയിം തന്നെയാണ് മക്കളെ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നാഷണൽ ഇൻകം ദേശീയ വരുമാനം കണക്കാക്കിയാൽ മാത്രമല്ലേ ആ രാജ്യത്തിന്റെ ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ രാജ്യത്തിന്റെ ഒരു എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച മനസ്സിലാക്കണമെങ്കിൽ ഇത് കണക്കാക്കണ്ടേ. എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കഴിഞ്ഞ വർഷം 250 കോടിയായിരുന്നു, ഈ വർഷം 300 കോടിയാണ് എന്ന് പറയണമെങ്കിൽ വാഴുവിൽ കണക്കൂട്ടിയിട്ട് പറയാൻ പറ്റുമോ? കൃത്യമായി കണ്ടെത്തിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. രണ്ടാമത്തേത് നമുക്ക് എന്ത് ചെയ്യുന്നറിയോ, വി ക്യാൻ അസസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൈമറി, സെക്കൻഡറി, ടേഴ്ഷ്യറി ഒക്കെ ഉണ്ടല്ലോ. ഈ വിവിധ മേഖലകളുടെ സംഭാവനകളെ വിലയിരുത്താം. ഏത് സെക്ടറിനാണ് ഏറ്റവും കൂടുതലായിട്ട് റവന്യൂ വരുന്നത്, ഏത് സെക്ടറിനാണ് ഏറ്റവും കുറവായിട്ട് വരുന്നത്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. അതുപോലെ തന്നെ ദ ഗവൺമെന്റ് ക്യാൻ implement the various projects and various plans and projects. ഗവൺമെന്റ് വിവിധ പദ്ധതികൾ, പ്ലാനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എക്കണോമിക് സ്റ്റാറ്റസുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു രാജ്യത്തിന്റെ എക്കണോമിക് സ്റ്റാറ്റസുകൾ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ വ്യക്തികളുടെയും ചെലവുകളെയും അതുപോലെ തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, അവരുടെ നിക്ഷേപത്തെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവയൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ മെത്തേഡുകളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 3 മെത്തേഡുകളാണ് നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. ഏതൊക്കെ 3 മെത്തേഡുകൾ എന്ന് പറയുന്നത്? ഒന്ന്, പ്രൊഡക്റ്റ് മെത്തേഡ്, ഉൽപ്പന്ന രീതി. രണ്ടാമത്തെ, ഇൻകം മെത്തേഡ്, വരുമാന രീതി. മൂന്നാമത്തെ, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി. ഇതിന്റെ 3നെയും കൂടെ ഞാൻ ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് തരട്ടെ. ടെക്സ്റ്റ് വലിയ ഡീറ്റെയിൽഡ് അല്ല കാര്യം, സിമ്പിൾ ആക്കിയിട്ട് ഇത് പഠിച്ചു വെച്ചോ നിങ്ങൾ മക്കളെ. പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഉൽപ്പന്ന രീതി എന്ന് പറയുന്ന സമയത്ത് വി ക്യാൻ ആഡിങ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്. എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം നമ്മൾ അവിടെ കൂട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും പണമൂല്യം കൂട്ടുക. എത്ര സാധനങ്ങളുണ്ട് നമുക്കറിയോ? ഇല്ല. നമ്മൾ അറിയാത്ത നമ്പർ നമ്മൾ എന്താ വിളിക്കുക, എക്സ് എന്നാ വിളിക്കുക അല്ലെ. സോ അതുകൊണ്ട് X1 + X2 + X3 + നമ്പർ ഓഫ് XN എന്നാ വിളിക്കുക. ഇതിന്റെ ഇക്വേഷൻ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയാണ്. എന്നുവെച്ചാൽ രാജ്യത്ത് നിർമ്മിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും പണമൂല്യം കൂട്ടുന്നതിനെ വിളിക്കുന്ന പേരാണിത് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയാം. എന്നാൽ ഇൻകം മെത്തേഡ്, വരുമാന രീതി പറഞ്ഞ സമയത്തോ അവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദക ഘടകങ്ങൾ പഠിച്ചിട്ടില്ലേ, അതിന്റെ ഓരോന്നിന്റെയും വരുമാനമുണ്ട്. ലാൻഡിന്റെ വരുമാനം ഏതാണ്? റെന്റ് ആണ്. അതേസമയം ലേബറിന്റെ വരുമാനം ഏതാണ്? വേജ് ആണ്. ക്യാപിറ്റലിന്റെ വരുമാനം ഏതാണ്? ഇൻട്രസ്റ്റ് ആണ്. അതേസമയം ഓർഗനൈസേഷന്റെ വരുമാനം ഏതാണ്? പ്രോഫിറ്റ് ആണ്. സോ അതിനെ നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്യുന്നു. R+W+I+B എന്ന് പറയുന്നതാണ് ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞാൽ. നമ്മൾ വി ആർ ആഡിങ് ദ ഓൾ ഇൻകം, നമ്മൾ എല്ലാ വരുമാനത്തെയും കൂട്ടാം.
എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചെലവ് രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പെൻഡിച്ചറുകൾ കൂട്ടാം. അതിൽ നമുക്ക് എന്ത് ചെയ്യുന്നു 4 തരം എക്സ്പെൻഡിച്ചർ ആക്ച്വലി ഉള്ളത്. അതിൽ സി എന്ന് പറഞ്ഞാൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ, നമ്മൾ ഓരോ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുക. രണ്ടാമത് നമ്മൾ ആ പൈസ കുറച്ച് എടുത്തു വെക്കും, അതാണ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കും. രണ്ടാമത് ഗവൺമെന്റ് നമ്മുടെ മേലിൽ ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ട്, അതിനാണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ജി എന്ന് പറയുന്നത്. ദെൻ എക്സ് മൈനസ് എം എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്ന് പറയുന്നതാണ്. അഥവാ നെറ്റ് എക്സ്പോർട്ട് എന്നാണ് ആക്ച്വലി നമ്മൾ പറയാനുള്ളത്. നമ്മുടെ ലൈവുകളിൽ നമ്മൾ കൃത്യമായിട്ട് അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. സോ ഇത് പഠിച്ചു വെക്കണം. ഏറ്റവും അവസാനമായിട്ട് നാഷണൽ ഇൻകത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ലിമിറ്റേഷൻസ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ആണ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പരിമിതികൾ എന്തൊക്കെയാണ് പരിമിതികൾ വരുന്നത്? ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ആക്യുറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, കൃത്യമായ വിവരങ്ങളുടെ അഭാവമാണ്. നമ്മൾ ആരും ചെയ്യില്ല, കൃത്യമായ വിവരമൊന്നും ഗവൺമെന്റ് കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. രണ്ടാമത് ചാൻസസ് ഫോർ ഡബിൾ കൗണ്ടിങ്, 2 പ്രാവശ്യം ഒരു വസ്തുവിന്റെ വില കൂട്ടാനുള്ള സാധ്യത നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് കൺസംപ്ഷൻ, സ്വയം ഉപയോഗത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, നിർമ്മിക്കുന്ന സാധനങ്ങളൊന്നും ഇതിലെന്ത് ചെയ്യാറില്ല, വരാറില്ല. കൂടാതെ തന്നെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഈ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാത്ത, വില തീരുമാനിക്കാത്ത കാര്യങ്ങളുടെ പ്രൈസ് ഇതിൽ വരാറില്ല. ഏറ്റവും അവസാനത്തത് ഹൗസ് ഹോൾഡ് ഇൻകം, ഗാർഹിക വരുമാനം എന്ത് ചെയ്യാറില്ല, ഇതിൽ വരാറില്ല. സോ ഇതാണ് കൃത്യമായിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. സോ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്. സോ ആ കാര്യം നമുക്ക് ഇവിടെ ക്ലിയർ ആയില്ലേ? ഇതുപോലത്തെ ഓരോരോ വീഡിയോസ് ഈ ചാനലിൽ വരുന്നുണ്ട്, കൃത്യമായിട്ട് മക്കൾ പഠിക്കുക. സോ ഓൾ ദ ബെസ്റ്റ് മക്കളെ.